പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനഭാഗം, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഇവിടെയാ മനുഷ്യർ തള്ളിക്കളഞ്ഞ ജീവനുള്ള കല്ലായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നമ്മളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ഇവിടെ ഒരു കെട്ടുപണിയെക്കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു മന്ദിരം പണിയുക. ഈ മന്ദിരം ക്രിസ്തുവിനോട് കൂടെ പണിയപ്പെടുന്നതാണ്. ഇത് ജീവനുള്ള കല്ലുകൾ ചേർത്ത് ഒരു ആത്മീയ ഗ്രഹമായിട്ടാണ് പണിയപ്പെടുന്നത്. ക്രിസ്തുവിനോട് കൂടെ ചേർത്ത് പണിയപ്പെടുന്ന ഒരു ആത്മീയ ഗ്രഹമാണ് നമ്മൾ. ഈ ആത്മീയ ഗ്രഹത്തിൽ വലിയൊരു പ്രത്യേകതയുണ്ട് പ്രിയമുള്ളവരെ. ഇതിൻ്റെ അകത്ത് പാതാള ഗോപുരങ്ങൾ പ്രബലപ്പെടാത്ത വണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി ഇതിൻ്റെ അകത്ത് വെളിപ്പെടുന്നത് അനുഭവിക്കാൻ കഴിയും. യേശുക്രിസ്തുവും ഞാനുമായിട്ടുള്ള ബന്ധം അത്രയും ആഴമായിട്ട് എനിക്ക് അനുഭവിക്കാൻ കർത്താവ് ഇടയാക്കും. ഞാൻ ആത്മീയ ഗ്രഹമായിട്ടാണ് മാറ്റുന്നത്. ഈ ലോകത്തിൻ്റെതായ സകല കാഴ്ചപ്പാടുകളിൽ നിന്നും വിട്ട് ദൈവം എന്നെ ദൈവത്തിൻ്റെതായ കൃപയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകാൻ ഇടവരുന്നത്. അതുകൊണ്ട് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ അടുക്കലേക്ക് അടുത്തു വരേണ്ടത്. ജീവനുള്ള കല്ലായ ക്രിസ്തുവിനോട് ചേർന്ന് ജീവനുള്ള കല്ലുകൾ എന്ന പോലെ നമ്മളും പണിയപ്പെടണം. ഈ പണി കർത്താവാണ് നമ്മെ പണിയുന്നത്. നമ്മെ കൊത്തിയൊരുക്കി നല്ല പാകത്തിന് ചേർത്താണ് പണിയുന്നത്. ഈ പണിയപ്പെടുമ്പോഴുള്ള ഒരു ദൈവിക അനുഭവം നമുക്ക് അനുഭവിക്കാൻ കഴിയും. പ്രിയമുള്ളവർ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈ ആത്മീയ ഗ്രഹത്തിന്റെ അകത്ത് ദൈവത്തിന്റെ വാസം, ദൈവത്തിന്റെ ആ തേജസ്, ദൈവത്തിന്റെ ആ വലിയ മഹത്വം നമുക്ക് അനുഭവിക്കാൻ ദൈവം ഇടയാക്കും. ഈ വചനം നമ്മുടെ അകത്ത് ക്രിയ ചെയ്യേണ്ടതിനാണ് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്. അതിന്റെ താഴോട്ട് നമുക്ക് ഇങ്ങനെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ശ്രേഷ്ഠവും മാന്യമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവരിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും ലജ്ജിച്ചു പോകില്ല. ലജ്ജിച്ചു പോകാത്ത വണ്ണം അവനോട് കൂടെ നമ്മെ പണിയുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകുന്നു. ഇതൊരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ മൂലക്കല്ല. ജീവനുള്ള കല്ലുകളാക്കി നമ്മളെ വേർതിരിക്കുക കർത്താവിൽ. ആർക്കും തകർക്കാൻ കഴിയില്ല. ആ കല്ലുകൾ ദൈവത്തിന്റെ വചനത്തിലും അവന്റെ കൃപയിലുമാണ് നമ്മളെ ദൈവം പണിയുന്നത്. ആ മഹത്വം നമ്മൾ അനുഭവിച്ച് അവന്റെ കൂടെ ജീവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും
അവന്റെ മന്ദിരമായിട്ടാണ് ദൈവം വേർതിരിച്ചത്. നമ്മുടെ അകത്ത് ദൈവം വസിക്കുന്നു. നമ്മൾ ആവർത്തിച്ച് പറയണ, എന്നിൽ ദൈവം വസിക്കുന്നു. എന്നിൽ ദൈവം വസിച്ചാൽ ദൈവപ്രവൃത്തി എന്നിൽ വെളിപ്പെടും. എൻ്റെ പ്രാർത്ഥനയിൽ വെളിപ്പെടും. എൻ്റെ കുടുംബത്തിൽ വെളിപ്പെടും. ഞാൻ ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ദൈവം ഇടയാക്കും. കാരണം അവന് ജീവനുണ്ട്, നമ്മളിലും ആ ജീവൻ വെളിപ്പെടുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. കർത്താവേ, ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ഒരു ആത്മീയ ഗ്രഹമായി എൻ്റെ ക്രിസ്തുവിനോട് കൂടെ എൻ്റെ കർത്താവിന്റെ സ്നേഹത്തിൽ ഒന്നായിരിക്കുവാൻ തക്കവണ്ണം എനിക്ക് ഇന്ന് തന്ന കൃപയ്ക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ അങ്ങ് പണിയുമ്പോൾ എൻ്റെ കുടുംബത്തെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും അനുഗ്രഹിക്കാൻ തക്കവണ്ണം ഒരു ആത്മീയ തലം, ആത്മീയ പ്രവൃത്തി എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.